അങ്ങ് ചില കാര്യങ്ങളിൽ സ്വന്തം നിലപാട് ഞാനാണെങ്കിൽ ചെയ്യില്ല, ഇപ്പോൾ വെള്ളാപ്പള്ളിയെ ഞാനാണെങ്കിൽ കാറിൽ കയറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയ ചെറ്റത്തരം എന്നൊരു പ്രയോഗം അങ്ങ് ഉപയോഗിക്കുമോ? അതേപ്പറ്റി അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. പിണറായി വിജയനല്ല ബിനോയ് വിശ്വം, അത് അദ്ദേഹത്തിൻ്റെ വാക്കാണ്. അത് അന്ന് അദ്ദേഹം പറഞ്ഞു. അത് അദ്ദേഹം പറഞ്ഞു, അങ്ങനെന്താ പറയുന്നത്? ഞാനത് തന്നെ പറയുന്നു. പ്രയോഗിക്കുമോ ഇല്ലയോ? ബിനോയ് വിശ്വം അല്ല പിണറായി വിജയൻ. അങ്ങ് പ്രയോഗിക്കുമോ ഇല്ലയോ? ആ വാക്കിൽ ആവർത്തിച്ച് പറയുക, അത് ഉത്തരവാദിത്തമുണ്ട്. നമുക്ക് മലയാള ഭാഷയ്ക്കകത്ത് ഏത് കാര്യവും പറയാൻ വാക്കുകളുണ്ട്. ഉചിതമായ വാക്കുകൾ തീരുമാനിക്കുക. ചില വാക്കുകൾ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. പരനാറി പ്രയോഗം 2 തവണ ഉപയോഗിച്ചപ്പോൾ 2ാമത്തെ തവണ എന്താണ് സംഭവിച്ചത് നമുക്കറിയാം. NK പ്രേമചന്ദ്രൻ ഭൂരിപക്ഷം കൂടിയാണ് ചെയ്തത്. അതേപോലെ രാഷ്ട്രീയ ചരിത്രം ആവർത്തിക്കുന്നുണ്ട്. ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അതേ പ്രയോഗം നടത്തുന്നു. നിങ്ങളുടെ എല്ലാം പ്രശ്നം നിങ്ങൾക്ക് രാഷ്ട്രീയം ഒന്നും പറയാനില്ല. അതുകൊണ്ട് ഈ ചർച്ചകളെല്ലാം എത്രമാത്രം അരാഷ്ട്രീയമാക്കി മാറ്റാൻ പറ്റുമോ? ആരാണ് ഇടവരുത്തുന്നത്? അല്ല, ആക്കി മാറ്റാൻ പറ്റുമോ? അതിനുവേണ്ടി നിങ്ങൾ ഓരോരോ കാര്യങ്ങൾ തിരയുകയാണ്. രാഷ്ട്രീയം പറയാം. ഇപ്പൊ രാഷ്ട്രീയം പറയുന്നില്ല പ്രധാനപ്പെട്ട നേതാക്കൾ എന്നുള്ളതാണ്. ഞാൻ തയ്യാറാ. അല്ല, ഞാൻ ചോദിച്ചത് പിണറായി വിജയൻ രാഷ്ട്രീയം പറഞ്ഞു. പിണറായി വിജയൻ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വാചകം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്? രാഷ്ട്രീയം എത്രയും ഫലപ്രദമായിട്ട് ഈ കാലം മുഴുവൻ പറഞ്ഞ പിണറായി വിജയൻ. പൊളിറ്റിക്കൽ ആ രാഷ്ട്രീയം ഒന്നും കാണാതെ ഒരു പ്രസംഗത്തിലോ ഒരു ചർച്ചയിലോ പറഞ്ഞ ഒരു വാക്കാണ് നിങ്ങളുടെ അടിസ്ഥാനം. ആ വാക്ക് പിഴവ് പറ്റുകയാണെങ്കിൽ അത് പിന്നെ പ്രയോഗിക്കാതിരിക്കും. ആ വാക്കിൽ വീണ്ടും രാഷ്ട്രീയം പറയുക, അതിൽ തെറ്റില്ല എന്ന് പറയുകയും ചെയ്യുന്നതിനെ എങ്ങനെയാണ്? രാഷ്ട്രീയം പറയാനുള്ള പ്രതിപക്ഷത്തിന്റെയും നിങ്ങളെ പോലെയുള്ള സുഹൃത്തുക്കളുടെയും ആരുടെ ഫ്രണ്ട്സ് നിങ്ങളെല്ലാം എന്തുകൊണ്ടോ സുഹൃത്തായി മാറുകയാണ് അവരുടെ എല്ലാം. ആ നിങ്ങളെപ്പോലുള്ള സുഹൃത്തുക്കളും നിങ്ങളെല്ലാം ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്ന പ്രതിപക്ഷവും ശ്രമിക്കുന്നത് രാഷ്ട്രീയം പറയാതിരിക്കാൻ വേണ്ടിയാണ്. ഞങ്ങളുടെ നിലപാടെന്താ? രാഷ്ട്രീയം പറയണമെന്നാണ്. ഇത് രാഷ്ട്രീയ പോരാട്ടമാണ്. LDF ഈ മത്സരത്തിൽ രാഷ്ട്രീയം പറയാൻ തയ്യാറാണ്. ശരി, രാഷ്ട്രീയം പറയാൻ ഒരുക്കമാണെന്ന് മാത്രമല്ല, രാഷ്ട്രീയമേ പറയുമെന്ന് വാശി ഞങ്ങൾക്കുണ്ട്. കേരളത്തിൽ തെരഞ്ഞെടുപ്പുകളിൽ ബാധിക്കുന്ന വിഷയങ്ങൾ, അത് തെരഞ്ഞെടുപ്പാനന്തരം എന്ത് ബാധിച്ചു എന്നുള്ളത് അങ്ങ് തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ശബരിമല വിഷയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ബാധിച്ചു എന്നങ്ങ് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ആ വിഷയം ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള എന്നുള്ളത് പ്രതിപക്ഷം നന്നായി ഉന്നയിക്കുന്നുമുണ്ട്. അപ്പോൾ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ലേ? ഞങ്ങളതിന് ഭയപ്പെടുന്നു. ഞങ്ങൾക്ക് വ്യക്തതയുള്ള കാര്യത്തിൽ ശബരിമലയുടെ ഒരു തരി സ്വർണം അപഹരിച്ച് ആരെങ്കിലും ഇടതുപക്ഷത്തുണ്ടെങ്കിൽ അവരുടെ സ്ഥാനം പുറത്തായിരിക്കും. അവരാരെയും രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്തിട്ടുമില്ല, ചെയ്യുകയുമില്ല. ഈ വ്യക്തത LDF-നുണ്ട്. അത് ജനങ്ങൾക്ക് അറിയാം.